ജാൻമണി എന്ന ഒരു ട്രാൻസ്ജെൻഡർ ബിഗ് ബോസ് എന്ന പരിപാടിയിലൂടെ പ്രശസ്തി ആർജിച്ചവൾ ഇപ്പോൾ അവർ ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നു. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനിച്ചത് 1950-ലാണ്. പക്ഷേ നരേന്ദ്രമോദിജിയുടെ അച്ഛൻ മരിച്ചത് 1947-ലാണ് എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദിജിയുടെ അമ്മ അവിഹിത ഗർഭം ധരിച്ചാണ് നരേന്ദ്രമോദിജിയെ പ്രസവിച്ചത് എന്നാണ് ഇവൾ പറഞ്ഞു വെക്കുന്നത്. ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന വിഭാഗത്തിനൊരു പ്രത്യേക അംഗീകാരവും മാന്യതയുമൊക്കെ നൽകുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ നാട്ടിലുണ്ട്. അതിനെയൊക്കെ കളങ്കപ്പെടുത്തുന്ന ഒരു പ്രസ്താവനയാണ് ഈ നികൃഷ്ട ജീവി നടത്തിയിരിക്കുന്നത്. ആ ഗൂഗിളിലോ ജെമിനിയിലോ ഒന്ന് സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും നരേന്ദ്രമോദിജിയുടെ പിതാവ് മരിക്കുന്നത് 1987-ലാണ് എന്ന്. അപ്പോൾ എന്തിനു വേണ്ടി ഇത് പറയുന്നു? ഒരു ട്രെൻഡ് വന്നിരിക്കുന്നത് മോദിജിയെ ആക്ഷേപിച്ചാൽ വിദേശ പണം കുമിഞ്ഞുകൂടും, വിദേശികൾ കയ്യിലേന്തി താലോലിച്ച് പുകഴ്ത്തിക്കൊണ്ട് നടക്കും, ഇവിടുത്തെ തീവ്രവാദ വിഘടന സംഘടനകളുടെയൊക്കെ സപ്പോർട്ട് കിട്ടും. അങ്ങനെ കുറേ എണ്ണം ഇപ്പം പാറ്റാ സമരത്തിൽ പങ്കെടുക്കാൻ പോയി മടങ്ങി വന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം. തനിക്കും അതുപോലൊരു പ്രശസ്തി കിട്ടാൻ വേണ്ടിയാണ് ഈ ജാൻമണി എന്ന് പറയുന്ന സ്ത്രീ ഈ ചെറ്റത്തരം കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒന്നും വാ മൂടാൻ ആർക്കും കഴിയില്ല. പക്ഷേ വാ മൂടാൻ കഴിയണ്ടേ എന്നൊരു ചോദ്യം വരുന്നു. ഇവിടെ ഇവളുടെ ഈ പ്രസ്താവന വിദേശ രാഷ്ട്രങ്ങളിലൊക്കെ കാട്ടുതീ പോലെ പടരില്ലേ? ഇന്ന് നമ്മുടെ ആഗോളതലത്തിൽ ഒരു ഗ്രാമമായി മാറിയിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇവിടെ നടക്കുന്ന ഒരു ചെറിയ സംഭവം പോലും എല്ലായിടത്തും എത്തുന്നൊരു സ്ഥിതിവിശേഷം നിലവിലിരിക്കെ ഇങ്ങനെയുള്ളവളുമാർ ഇത്തരത്തിലുള്ള ചെറ്റത്തരം പറയുമ്പോൾ അത് മോദിജിയെ മാത്രമല്ല ബാധിക്കുന്നത്, നമ്മെയും ഈ ഭാരതത്തെയും ഭാരതത്തിൻ്റെ ഇൻറ്റഗ്രിറ്റിയെയും അന്തസ്സിനെയും ഒക്കെ ബാധിക്കുന്ന ഒന്നാണ്. ഈ തരത്തിലുള്ള ചെറ്റകൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് ആവശ്യമായ നിയമനിർമ്മാണം അത്യന്താപേക്ഷിതമാണ്. ഇന്ത്യൻ മിലിറ്ററിയൊക്കെ ആക്ഷേപിക്കുന്നത് കുറ്റകരം എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ തുടങ്ങിയിട്ടുള്ള ഉന്നത പദവി അലങ്കരിക്കുന്നവർക്ക് എതിരെ വരുന്ന അപകീർത്തികരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ ഗവൺമെൻറ് തന്നെ നടപടി സ്വീകരിക്കുന്ന ഒരു നിയമം ഇന്ന് അത്യന്താപേക്ഷിതമാണ്. അത് BNS വന്നപ്പോഴെങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു, വന്നില്ല. ഇനിയെങ്കിലും അത്തരത്തിലുള്ള ഒരു നിയമം കൊണ്ടുവരേണ്ടത് അത്യന്താപേക്ഷിതമാണ്.